ഇന്ന് ഈ വേദിയെ സമ്പന്നമാക്കുന്നവർ അധ്യക്ഷപദം അലങ്കരിക്കുന്ന ഉദയ പ്രൊവിൻഷ്യൽ സുപ്പീരിയർ ഡോക്ടർ മദർ വിമല, ഉദ്ഘാടന കർമ്മം നിർവഹിക്കുന്ന നിയോഫിലിം സ്കൂൾ ഫൗണ്ടർ ആൻഡ് ഡയറക്ടർ ഡോക്ടർ ജെയിൻ ജോസഫ്, സ്വാഗതം ആശംസിക്കുന്ന മീഡിയ കൗൺസിലർ റെവറൻഡ് സിസ്റ്റർ ഫ്ലവററ്റ്, ആശംസകൾ സംസാരിക്കുന്ന കാർമൽ കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ സിസ്റ്റർ എനിമനിയ, ജീവജ്വാല അക്കാദമി ഓഫ് ആർട്സ് ഡയറക്ടർ മിസ്റ്റർ ബിഞ്ചു ജോസഫ്, ഉദയ പ്രോവിൻസ് PRO സിസ്റ്റർ സവീന എന്നിവരാണ്. ഈ വർഷത്തെ നന്മ ഇതാണ്. നിങ്ങൾ ഒരുവിധ സഹായം ചെയ്തപ്പോൾ അത് എനിക്ക് തന്നെയാണ് ചെയ്തത് എന്ന നന്മ. ഈ നന്മ ചിലപ്പോൾ ഒരുപക്ഷെ ബൈബിൾ വായിച്ച് പഠിക്കാൻ കഴിയില്ല. ഞാനൊക്കെ എത്ര നമ്മളത് വായിച്ചു എന്നതാണ്. എന്നെ പോലെ എത്ര ആളുകൾ ഇവിടെ വായിച്ചു, എത്ര ആളുകൾ കാണുന്നു. അപ്പൊ ഇത്തരത്തിൽ നന്മയെ എത്തിക്കാൻ കഴിയാന്നുള്ളത് ചെറിയ കാര്യമൊന്നുമല്ല. മുരളി മാഷ് നന്മയെ ചേർത്ത് വെച്ചത് അമ്മയോടാണ് നന്മയെ ചേർത്ത് വെച്ചത്. അമ്മയും നന്മയും ഒന്നാണ്, ഞങ്ങളും നിങ്ങളും ഒന്നാണ്, അറ്റമില്ലാത്തൊരു ജീവിത പാതയിൽ ഒറ്റയല്ല. ഇവിടെയാണ് പറയുന്നത്, അറ്റമില്ലാത്ത ജീവിതയാത്രയിൽ ഒറ്റയില്ലാതെ താങ്ങായി തണലായി നമ്മോട് ചേർത്ത് നിൽക്കാൻ ഒട്ടനവധി ആളുകളുണ്ട് എന്നുള്ളതാണ്. ഒരുപാട് നന്മകൾ ചെയ്തു പോയിട്ടുള്ള ആളുകൾ നമുക്കുണ്ട്. നമ്മുടെ പിതാക്കന്മാരുണ്ട്, ഇതുപോലുള്ള മിഷണറീസ് ഉണ്ട്, സിസ്റ്റേഴ്സ് ഉണ്ട്. അങ്ങനെ നന്മകളെ ധാരാളം ചേർത്തിക്കാൻ കഴിയുന്ന ഒരു പ്രവർത്തനമായിട്ടാണ് ഈ ഷോർട്ട് ഫിലിം ഫെസ്റ്റിവലിനെ ഞാൻ കാണുന്നത്. ചെറു സിനിമകളാണ് ഈ 30 സിനിമകളും വളരെ മികച്ചതുണ്ടായിരുന്നു. താരതമ്യേന അതിൽ പിന്നോട്ട് നിൽക്കുന്നവയുണ്ട്. പല രീതിയിലുള്ള മികച്ച സിനിമകളാണ് ഈ 30. അതിൽ കൊടുത്തിരുന്ന വിഷയത്തിന് ഏറ്റവും പുതുമയോടെയും അതിനാവശ്യമായ ടെക്നിക്കൽ മറ്റ് പെർഫെക്ഷനോടുകൂടിയും അവതരിപ്പിച്ച സിനിമകളെയാണ് നമ്മൾ ഇതിൽ നല്ലതായി, അല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ബെസ്റ്റ് 1, 2, 3 അങ്ങനെയുള്ള പല കാറ്റഗറിയിലേക്ക് തിരഞ്ഞെടുക്കുന്നത്. നമ്മുടെ മുമ്പിൽ എത്തിപ്പെട്ട സിനിമകളിൽ ഏകദേശം 6-7 സിനിമകൾ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ടു, ഫൈനൽ റൗണ്ടിലേക്ക് കൊണ്ടുപോകും. അതിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട സിനിമകളാണ് നമ്മൾ ഏറ്റവും നല്ലത്, അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒരു കാറ്റഗറിയിൽ നമ്മളിപ്പോൾ അനൗൺസ് ചെയ്യാൻ കഴിയും. അതിൽ ഏറ്റവും നല്ല സിനിമ ബെസ്റ്റ് ഷോർട്ട് ഫിലിം ആയിട്ട് വന്നിരിക്കുന്നത് ചാച്ചൻ എന്ന സിനിമ. ഈ സിനിമയുടെ പ്രത്യേകത, അതിനെ ഈ പറഞ്ഞ 1ാം സ്ഥാനത്തിന് അർഹത നേടിയത് അതിൻ്റെ അവതരണ രീതിയിൽ, ഈ ആശയവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള അതിൻ്റെ അവതരണ രീതിയിൽ, അതിൻ്റെ കഥാപരിസരം ഒന്ന് ഈ പറഞ്ഞ ആശയവുമായിട്ട് വളരെയധികം ചേർന്ന് എങ്ങനെ നമുക്ക് ഏറ്റവും അടുത്ത് നടന്നൊരു കാര്യത്തെ ഈ വിഷയവുമായി ചേർന്ന് അവതരിപ്പിച്ചു എന്നുള്ളത് അതിൻ്റെ ഒരു പ്രത്യേകതയാണ്. പിന്നെ അതിൻ്റെ അവതരണത്തിൽ അവർ ഒരു ഡയറക്ടർ എന്ന നിലയിൽ ആ ഡയറക്ടറും അതിൻ്റെ എല്ലാ അംഗങ്ങളും കൈക്കൊണ്ടിരിക്കുന്ന ആ ആശയത്തെ നമ്മളിലേക്ക് എത്തിക്കാൻ കൈക്കൊണ്ടിരിക്കുന്ന മാർഗങ്ങൾ വളരെയധികം നമ്മളെ ആ ലോകത്തേക്ക് എത്തിക്കുന്നതാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അതിന് 1ാം സ്ഥാനം നൽകിയത്. ബെസ്റ്റ് സെക്കൻഡ് ഷോർട്ട് ഫിലിമായിട്ട് വരുന്നത് ഇനി ആരംഭം എന്ന സിനിമയാണ്. തേർഡ് ഷോർട്ട് ഫിലിമായിട്ട് വരുന്നത് ദൈവത്തിൻ്റെ അത്താഴം എന്ന ഷോർട്ട് ഫിലിമാണ്. ഇനിയുള്ള കാറ്റഗറിയിൽ നമ്മുടെ മുമ്പിൽ എത്തിയതിൽ ഏറ്റവും നല്ല സംവിധായകൻ ചാച്ചൻ എന്ന സിനിമയുടെ സംവിധായകനായ ഫാദർ ഗ്രിജോ വിൻസെന്റിനെയാണ് നമ്മൾ നല്ല സംവിധായകനായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ബെസ്റ്റ് സ്ക്രിപ്റ്റ് ദൈവത്തിൻ്റെ അത്താഴം എന്ന സിനിമയുടെ സ്ക്രിപ്റ്റ് റൈറ്ററായ ഫാദർ ഫിജോ ജോസഫാണ് ബെസ്റ്റ് സ്ക്രിപ്റ്റ് വന്നിരിക്കുന്നത്. ബെസ്റ്റ് സിനിമോട്ടോഗ്രഫി, അതും ഇതേ സിനിമയുടെ ചാച്ചൻ എന്ന സിനിമയുടെ സിനിമോട്ടോഗ്രാഫറായ ഷെബിൻ റാഫി ആണ് ബെസ്റ്റ് സിനിമോട്ടോഗ്രാഫറായിട്ട് തിരഞ്ഞെടുക്കുന്നത്. ബെസ്റ്റ് ആക്ടറായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നത് സ്പർശം എന്ന സിനിമയിലെ അച്ഛൻ്റെ വേഷം ചെയ്ത ജോസ് KV എന്ന് പറയുന്ന ആക്ടറാണ്. അങ്ങനെയൊന്നുണ്ടോടാ? ഞാനും നീയും
വെവ്വേറെയാണെന്ന് കരുതുന്നത് ഞാനും അവനും വെവ്വേറെയാണെന്ന് കരുതുന്നതിന് തുല്യമല്ലേ? ബെസ്റ്റ് ആക്ട്രസ് ആയിട്ട് വന്നിരിക്കുന്നത് കൂടെയുണ്ട് എന്ന സിനിമയിലെ അമ്മ വേഷം ചെയ്ത ക്യാരക്ടറാണ്. പിന്നെ ബെസ്റ്റ് എഡിറ്റർ ആയിട്ട് വന്നിരിക്കുന്നത് സതീഷ് സത്യം. പിന്നെ നമ്മൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്യപ്പെട്ട സിനിമകളിൽ ഒരു സ്പെഷ്യൽ ഇതായിട്ട് തിരഞ്ഞെടുക്കപ്പെട്ട 3 സിനിമകളും കൂടെ നമ്മൾ ഉൾപ്പെടുത്തുകയാണ്. പരസ്പരം കേക്കില്ല എന്നാലാ അവനെന്തെങ്കിലും ആവശ്യം കാച്ചെടുത്തോണ്ട് പോകും. ഈ പപ്പയുടെ ഒരു പിശുക്ക് ജസ്റ്റ് 500 മണീസാണ് ഗൈസ്. എന്താ ബിജോ ഈ വഴിക്കൊന്നും കാണാറില്ലല്ലോ? ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിമുട്ടിക്കാനുള്ള ഓട്ടത്തിലല്ല ജോണേട്ടാ. ഹോട്ടലിലെ ഭക്ഷണം എന്നല്ല, ഭക്ഷണം തന്നെ ഒരാളെ വരും. എന്റെ കുഴപ്പം തൊമ്മൻ ഗതി പിടിക്കണെങ്കിലേ എന്തെങ്കിലും നന്മ ഞാനും ചെയ്തല്ലേ പറ്റൂ. ഓ അപ്പൊ ഞങ്ങളുടെ നന്മയുടെ പോയിന്റ് തൊമ്മൻ കൊണ്ടായല്ലേ. മതിലിനപ്പുറം പെനുവേൽ, ഈ 3 സിനിമകളെയാണ് നമ്മളൊരു സ്പെഷ്യൽ അഭിനന്ദനങ്ങൾ കൊടുക്കുന്നത്. ഈ 3 സിനിമകളുടെ കൂടെയാണ് നമ്മുടെ ഇതിനകത്തുള്ളത്. ഇവിടേക്ക് അയക്കപ്പെട്ട 30 സിനിമകളും അവരുടെ ആ ഒരു എഫേർട്ടിന്, ഈ പറഞ്ഞ ആശയത്തിനെ പറയുന്നതിൽ എല്ലാത്തിനും അതിൻ്റെതായ പ്രത്യേകതകളും രസങ്ങളും ഉണ്ടായിരുന്നു. എല്ലാവരും അതിനെ അഭിനന്ദിക്കുകയും ചെയ്യുന്നു. അപ്പം ഈ സിനിമകൾ ഇപ്പോൾ നമ്മൾ ഈ 1, 2, 3 സ്ഥാനം ബാക്കിയുള്ള അവാർഡുകളൊക്കെ കരസ്ഥമാക്കിയിരിക്കുന്നവർ എങ്ങനെ വ്യത്യസ്തമാകുന്നു എന്ന് ചോദിച്ചാൽ, ഈ ആശയത്തെ ഏറ്റവും ജെനുവിനായിട്ട്, ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ പറ്റി എന്നുള്ളതാണ് അതിനെ സിനിമയുടെ സങ്കേതങ്ങളെല്ലാം ഏറ്റവും മനോഹരമായി ഉപയോഗിച്ചുകൊണ്ടാണ് അവർ ഇങ്ങനൊരു ആശയത്തെ വളരെ മനോഹരമായിട്ട് ആൾക്കാരിലേക്ക് എത്തിച്ചു. അതിന്റെ പെർഫെക്ഷനിലാണ് എല്ലാവർക്കും ഏറ്റക്കുറച്ചുകൾ മാർക്കിൽ വന്നതും അവർ വിജയിക്കപ്പെട്ടത്. ഏകദേശം 30ഓളം സിനിമകൾ ഈ വർഷത്തെ കോൺടെസ്റ്റ് ഉണ്ടായിരുന്നു. അതിൽ ആ ചില സിനിമകളെല്ലാം അയച്ച എല്ലാവരെയും അഭിനന്ദിക്കുന്നു. അവരുടെ ഈ ആശയത്തിനെ ഇങ്ങനൊരു രീതിയിൽ അവതരിപ്പിക്കാൻ കാണിച്ച അവതരിപ്പിനെ അഭിനന്ദിക്കുന്നു. ഒപ്പം തെരഞ്ഞെടുക്കപ്പെട്ട ആദ്യ 3 സ്ഥാനങ്ങളിൽ വന്നവർക്ക് എല്ലാവർക്കും അഭിനന്ദനങ്ങൾ. തുടർന്ന് അടുത്ത വർഷങ്ങളിലും ഇനി തുടർന്നുള്ള ഇത്തരം മത്സരങ്ങളിൽ നമ്മളുടെ ഇതെന്നെ കാരണം കണ്ടടി ഇനിയും തുടരുമ്പോൾ എല്ലാവരും ഇതേപോലെ തന്നെ ഇതേ ആവേശത്തോടെ അല്ലെങ്കിൽ ഇതിലും നല്ല സിനിമകളുമായി വീണ്ടും എത്തണം എന്ന് പ്രാർത്ഥിക്കുന്നു, ആശംസിക്കുന്നു.